ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ കുറ്റാരോപിതനായ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുഗാന്ത് സുരേഷ് കീഴടങ്ങിയിരിക്കുകയാണ് ഒടുവിൽ. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് സുഗാന്ത് കീഴടങ്ങിയത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് സുഗാന്തിന്റെ ഈ കീഴടങ്ങൽ. ഇതോടെ കേരള പോലീസ് അരിച്ചുപെറുക്കിയ പ്രതി കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായി. അറസ്റ്റ് ഒഴിവാക്കി കീഴടങ്ങലിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സുഗാന്ത് രാജ്യം വിട്ടുവെന്ന് വരെ പ്രചരണമുണ്ടായിട്ടും സംസ്ഥാനം വിട്ട പ്രതിയെ എങ്ങനെ കണ്ടെത്തുമെന്നും ചോദ്യങ്ങൾ പോലീസിൽ നിന്ന് ഉയർന്നിരുന്നു. അത്തരത്തിലൊരു പ്രതിയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെ പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. ഇതോടെ പോലീസിന്റെ മൂക്കിന് താഴെ തന്നെ സുഗാന്ത് ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായിരിക്കുകയാണ്. കേരള പോലീസിന് നാണക്കേടായി മാറുകയാണ് ഈ കീഴടങ്ങൽ. സുഗാന്തിന്റെ കുഞ്ഞമ്മയുടെ മകൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഈ ബന്ധുവിന്റെ അടുത്ത് സുഗാന്ത് ഉണ്ടാകുമെന്ന് വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ മുഖവിലേക്കെടുത്തുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വരും വരെ സുഗാന്തിന് ഒളിവിൽ താമസിക്കാൻ അവസരമൊരുക്കിയെന്നാണ് ഉയരുന്ന മറ്റ് സംശയങ്ങൾ. മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടെ സുഗാന്തിന് മുന്നിൽ മറ്റൊരു സാധ്യത ഇല്ലാതായി. ഈ സാഹചര്യത്തിലാണ് കീഴടങ്ങൽ. ഇതോടെ സുഗാന്ത് ജയിലാകുമെന്നും ഉറപ്പായിരിക്കുകയാണ്. സുഗാന്തിനെ പ്രതി ചേർത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിടികൂടാത്തതിൽ വിമർശനം ഉയരുന്നതിനിടയിലാണ് കൊച്ചിയിൽ പ്രതി ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. പ്രതിക്കെതിരെയുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഹർജി തള്ളിയത്. പ്രതിക്ക് കീഴടങ്ങാമെന്നും കോടതി വാക്കാൽ വ്യക്തമാക്കിയിരുന്നു. IB ഉദ്യോഗസ്ഥയുടെ മരണശേഷം 2 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് സുഗാന്തിന്റെ നാടകീയമായ ഈ കീഴടങ്ങൽ. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ താൻ നിരപരാധിയാണെന്ന് അവകാശപ്പെട്ടായിരുന്നു സുഗാന്ത് ജാമ്യ ഹർജി സമർപ്പിച്ചിരുന്നത്. യുവതിയുമായി താൻ പ്രണയത്തിലായിരുന്നുവെന്നും വിവാഹം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും ഇതിനെ എതിർത്ത വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നായിരുന്നു വാദം. എന്നാൽ കേസ് അന്വേഷണത്തിൽ തെളിയുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാണെന്നാണ് കോടതി പറയുന്നത്. ഒന്നിലേറെ ബന്ധങ്ങളുമായാണ് പ്രതി മുന്നോട്ട് പോയത്. മരിച്ച യുവതി തന്റെ ശമ്പളം പോലും പ്രതിക്ക് അയച്ചു കൊടുത്തിരുന്നു. എല്ലാ വിധത്തിലും യുവതിക്കുമേൽ പ്രതി ആധിപത്യം സ്ഥാപിച്ചിരുന്നു. യുവതിയെ മരിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതായ കാര്യങ്ങൾ കൂടി പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണാകുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി. കൂടാതെ കേസ് ഡയറിയിലെ വിവരങ്ങൾ ചോർന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുവതിയും സുഗാന്തുമായുള്ള ടെലിഗ്രാമിലെ ചാറ്റുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നീ എന്ന് മരിക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു സുഗാന്തിന്റെ ചാറ്റിലുണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ മാർച്ച് 24-നാണ് തിരുവനന്തപുരം പേട്ടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ പത്തനംതിട്ട സ്വദേശിയായ IB ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ മെയ് 22-ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നതുവരെ സുഗാന്തിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു. എന്നാൽ ഈ സമയം ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഈ കീഴടങ്ങൽ. അതേസമയം IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം വേഗത്തിൽ ആക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം നേരത്തെ രംഗത്തെത്തിയിരുന്നു. മരണമുണ്ടായി 2 മാസമായിട്ടും പ്രതി സുഗാന്ത് സുരേഷിനെ പോലീസ് പിടികൂടുന്നില്ലെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അന്വേഷണം വേഗത്തിൽ ആക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതാണെന്നും പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ മറ്റു വഴികൾ നോക്കേണ്ടി വരുമെന്നും കുടുംബം പറഞ്ഞിരുന്നു. IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി സുഗാന്തിന്റെ അച്ഛനെയും അമ്മയെയും കഴിഞ്ഞ മാസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സുഗാന്തിനെ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലായിരുന്നു പോലീസിന്റെ ഈ നീക്കം. കേസിൽ അച്ഛനും അമ്മയും പ്രതികളല്ലെന്നും ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയിലെടുത്തതെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. പ്രതി സുഗാന്തിനൊപ്പം ഇവർ ഒളിവിലായിരുന്നു. അതേസമയം IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ സുഗാന്ത് സുരേഷിനെതിരെ ബലാത്സംഗ കുറ്റം അടക്കം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ഈ നടപടിയും. മാർച്ച് 24-നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ IB ഉദ്യോഗസ്ഥയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒളിവിലുള്ള സുഗാന്തിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്.